അപ്പോൾ ഞാൻ പറയാനുള്ള വിഷയം ക്ലാസിക്കൽ ഇസ്ലാമിക് തിയോളജി അല്ലെങ്കിൽ തിയോളജി ക്ലാസിക്കൽ മുസ്ലിം സ്കോളേഴ്സിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന തിയോളജി അത് വെച്ചിട്ട് മോഡേൺ മോറൽ ക്രൈസിസിന്റെ പീരീഡ് നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയും അതുപോലെ വെസ്റ്റേൺ എപ്പിസ്റ്റമോളജി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു ചെറിയൊരു തിരുത്താണ് ആദ്യം തന്നെ. ഇവിടെ നേരത്തെ പറഞ്ഞു അക്കായ്ക്കുലശിയായി സ്ഥാപിതത്വം എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ തെളിയിക്കുന്നത്. പക്ഷെ ശരിക്ക് തിയോളജിയിലെ തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏകദേശം എല്ലാ തിയോളജി ഗ്രന്ഥങ്ങളും എടുത്ത് നോക്കും, നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എപ്പിസ്റ്റമോളജി. അതായത് എങ്ങനെയാണ് ഒരു ഇൽമ് കിട്ടുന്നത്, നോളജ് എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നോളജിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഒരു നോളജ്, എപ്പോഴാണ് അതിനെ നോളജ് ആയിട്ട് പരിഗണിക്കുക, ഇത്തരം ചർച്ചകളിലൂടെയാണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ റിയാലിറ്റിയെ പറ്റിയിട്ടാണ് തഫ്താസാനി ഇമാം അല്ലെങ്കിൽ ഉമർ നസീബിയോട് പറഞ്ഞു നോക്കുന്നത്. കാലഹ്ലുൽ അക്കി ഹക്കായിക്കുൽ അഷിയായി താബിത്തത്തുൻ വലിയ ഇൽമു ബിഹാ മുത്തഹക്കിക്കും എന്നൊക്കെ വന്നിട്ട് ചർച്ച അങ്ങനെ പോണത് അങ്ങനെയാണ്. അതായത് അക്കായിക്കുൽ അഷിയായി ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി അത് എക്സിസ്റ്റിംഗ് ആണ്, സ്ഥാപിതത്താണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പിന്നെ പറയുന്നത്. വലിയ ഇൽമു ബിഹാ മുത്തഹക്കിക്കും. ഇത് നമ്മൾ വെസ്റ്റേൺ ഡിസ്കോഴ്സിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എൻലൈറ്റ്മെന്റ് പീരീഡിന് ശേഷം വന്ന രാഷണലിസ്റ്റ് ചിന്തകർ, ഇപ്പോൾ റെനെ ദെക്കാർത്തെ പോലെയുള്ള, പിന്നീട് വന്ന സ്പിനോസ, ലൈബ്നിസ്, ഇങ്ങനെയുള്ള രാഷണലിസ്റ്റ് ഫിലോസഫേഴ്സ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്, അക്കാക്കുലഷിയ സ്ഥാപിതത്താണ്, അതുകൊണ്ടുള്ള ഇൽമു കിട്ടും ചെയ്യും, നോവബിൾ ആണ് എന്നുള്ള ചർച്ച തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദക്കാർത്തേക്ക് ഉദ്ധരിക്കുമ്പോൾ നമ്മൾ പറയലുണ്ട്, ദക്കാർത്ത ഓരോ വിഷയങ്ങളെ നിലനിൽപ്പിനെയും സംശയിച്ചിട്ടാണ് മൂപ്പരുടെ റാഷണാലിറ്റിക്ക് പവർ കൊണ്ടുവരുന്നത്. അതായത് ഓരോ വസ്തുവിനെയും സംശയിച്ചു പോവാണ്. അറ്റ്ലീസ്റ്റ് മൂപ്പരെ സംശയങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള, സംശയിക്കാൻ ഒരാൾ വേണമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കൊഗിറ്റോ എർഗോസം അല്ലെങ്കിൽ ഡുബിറ്റോ എർഗോസം അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഐ തിങ്ക് ദെർഫോർ ഐ ആം, അറ്റ്ലീസ്റ്റ് ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ അങ്ങനെ ഒരു എൻറ്റിറ്റി എങ്കിലും ആണല്ലോ എന്നുള്ള വാദങ്ങളൊക്കെയാണ് അങ്ങോട്ട് മുന്നോട്ട്. പിന്നെ ലീബ്നിസ് മൊനോഡോളജി, സ്പിനോസയുടെ പാന്തിസം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് റാഷണലിസവുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് ഇവരൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു സാധനം അങ്ങനെയാണ്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ സമയത്തേക്ക് എംപിരിസിസം കടന്നു വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോ നമ്മളെ ഇതിൽ നിങ്ങൾ അക്കാക്കുലശായി സ്ഥാപിതത്വം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമർ നസഫി പറഞ്ഞു വെക്കുന്ന വിഷയം അസ്ബാബുൽ ഇൽമ എന്താണ്, ഇൽമ എങ്ങനെയൊക്കെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താ, അഖില്. രണ്ടാമത്തെ കാരണം ഹവാസു സലീമ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ്, സെൻസറി സാധനങ്ങൾ കൊണ്ടുള്ള അറിവ്. പിന്നെ പറയുന്നത് ഖബറു സ്വാദിഖ്, ടെസ്റ്റിമണി. ഇത്തരം വിഷയങ്ങളാണ് ഒരു മനുഷ്യന് ഇൽമ് അല്ലെങ്കിൽ എന്താണ് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ഒരു നോളജ് കരസ്ഥമാക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ. ഇത് മൂന്നാണ് അസ്ബാബുകൾ, ഇതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെസ്റ്റേൺ ഫിലോസഫിയിൽ റാഷണലിസ്റ്റുകളായ ആൾക്കാരുണ്ട്. പിന്നീട് വന്നൊരു ട്രെൻഡാണ് എംപിരിസിസം, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭാഗങ്ങളിൽ, അതായത് ബ്രിട്ടീഷ് എംപിരിസിസ്റ്റുകൾ തന്നെയാണ് ഇവരൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ജോൺ ലോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, തബുല റാസ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്. ഇപ്പോൾ കോൺസെപ്റ്റ് വിശദീകരിക്കാൻ നിന്നാൽ സമയം മതിയാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് ജോർജ് ബെർക്കലി ഒക്കെ ടു ബി പെർസീവ്ഡ് എന്നുള്ള ആശയമൊക്കെ ഉണ്ട്. SASCB എന്നൊക്കെ വന്നിട്ട് ഒരാശയമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ അനുഭവിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോ ഈ കുപ്പി ഇവിടെ ഉണ്ട് എന്നുള്ളത്, ഈ കുപ്പിയെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, കുപ്പിയെ ആ സാധനം ഉണ്ട് എന്നുള്ളത് എന്റെ പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ വേറൊരാൾക്ക് ഇതിനെ വേറൊരു രീതിയിലാണ് പെർസീവ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ഈ സാധനത്തിന് കുപ്പിയുടെ സ്ഥാനമല്ല ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ഫിലോസഫിയിൽ അല്ലെങ്കിൽ മൂപ്പരുടെ എംപിരിക്കൽ സാധനം വെച്ചിട്ട് ഒരു എപ്പിസ്റ്റമോളജി ഒരു സാധനത്തിന് ഹക്കായിക്കുൽ അഷിയായി സ്ഥാപിതത്വം എന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കനുസരിച്ചിട്ടും ഓരോ വസ്തുവിന്റെ നിലനിൽപ്പ് മാറപ്പെടും. നമ്മൾ റിലേറ്റീവ്സ് എന്നൊക്കെ പറയും, നമ്മളെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ തഫ്താസാനി മാമന്റെ ഷെറിൽ പറയുന്നുണ്ട്, ഇന്ത്യ എന്നിട്ടൊരു ടീമിനെ പറയുന്നുണ്ടല്ലോ. ആ ഒരു ആശയത്തിലേക്ക് വരും. അതായത് അവളുടെ അടുത്തുള്ള ഇപ്പൊ നീച്ചെ വന്നിട്ട്, ഫ്രെഡറിക് നീച്ചെ അറിയില്ലല്ലോ, നിഹിലിസത്തിന്റെ ഫാദർ ആയിട്ട് എണ്ണപ്പെടുന്ന ഒരാളാണ്. അവരൊക്കെ വന്നിട്ട് പേഴ്സ്പെക്റ്റീവ്സ് വന്നിട്ടൊരു സിദ്ധാന്തമൊക്കെ രൂപപ്പെടുത്തുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തോന്നുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ആശയങ്ങളെ അല്ലെങ്കിൽ അറിവുകളെ രൂപപ്പെടുത്തിയെടുക്കുക. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടൊരു വസ്തുവിന് ഹക്കായിക്കുൽ അഷിയായി സ്ഥാപിതത്തല്ല, ഓരോ ആളുകൾക്കനുസരിച്ച് മാറിപ്പോകും. കുറച്ചും കൂടി ശേഷം വന്ന കുറെ ഫിലോസഫേഴ്സ് ഉണ്ട്. ഇപ്പൊ മിഷേൽ ഫൂക്കോയെ പോലെയുള്ള ആളുകളൊക്കെ ഈ വസ്തുക്കൾ തന്നെ ഭയങ്കര കൺസ്ട്രക്റ്റഡ് ആണ്, ഇപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറെ ഫിലോസഫി. ഇപ്പൊ നീഷയുടെ ഒരു ശിഷ്യനെ ആയിട്ട് അല്ലെങ്കിൽ അതേ ഫ്രെയിം വർക്കിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആൾ തന്നെയാണ് ഫൂക്കോയുടെയും നീച്ചയുടെ ഒക്കെ ഫ്രെയിം വർക്കിന്റെ അകത്ത് നിന്ന് തന്നെയാണ്
ഈ എക്സിസ്റ്റൻഷ്യലിസവും അതുപോലെ തുടർന്ന് വരുന്ന സാർത്രയുടെ വാദങ്ങളും പിന്നെ അത് സിമോൺ ഡിബോയെയൊക്കെ ബാധിച്ചിട്ട് നമ്മളെ ജെൻഡർ സെക്സ് ഒക്കെ കൺസ്ട്രക്റ്റീവ് ആണെന്ന് പറയുന്ന വാദങ്ങളൊക്കെ ഉണ്ടല്ലോ. LGBTQ ആ പ്രസ്ഥാനത്തിനൊക്കെ ഒരു ചാലകശക്തിയായിട്ടുള്ള ഫെമിനിസ്റ്റ് തിങ്കറാണ് സിമോൺ ഡിബുവ. പിന്നീട് അങ്ങനെ ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. ഇപ്പൊ അതിൽ വരുന്നതാണ് നമ്മളെ ബെറ്റി ഫ്രൈഡൻ എല്ലാവർക്കും അറിയിക്കാരം. പിന്നെ ജുഡിത്ത് ബട്ട്ലർ, ജെൻഡർ പെർഫോമേറ്റിവിറ്റി തിയറി എന്നൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകളുടെ പെർഫോം ചെയ്യുന്നതനുസരിച്ച് ജെൻഡർ മാറുക എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു വെക്കാനാണ് അവരൊക്കെ ശ്രമിച്ചത്. പിന്നെ വേറൊരു ടീമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പൊ പറഞ്ഞതിൽ ഇപ്പൊ 3 തരം ആളുകളെ ഇപ്പൊ നമ്മളിവിടെ ഉദ്ധരിച്ചു. അക്കാൽക്കുലേഷ്യ സ്ഥാപിതത്താണ്, നമുക്ക് നമ്മളെ വസ്തുക്കളെ കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും. ചില ആൾക്കാർ അക്കാൽക്കുലേഷ്യ സ്ഥാപിതത്തല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല അക്കാൽക്കുലേഷ്യ സ്ഥാപിതത്താണ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ടീമൊക്കെ ഉണ്ട്. എൻ്റെ ഇപ്പൊ കാന്റീനിയൻ ഫിലോസഫി ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഡേവിഡ് ഹ്യൂമിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഡേവിഡ് ഹ്യൂം കൊസാലിറ്റി എന്ന സംഭവത്തെ റിജക്ട് ചെയ്യുന്നുണ്ട്. അതായത് കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ള റിലേഷനെ തന്നെ, അതായത് ഇപ്പം ഒരു തീ ഉണ്ടെങ്കിൽ ഒരു വസ്തുവിനെ കരിക്കും എന്നുള്ള അതിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ, കരിക്കുക എന്നുള്ള. ഇപ്പൊ തീ ഒരു പഞ്ഞിമൽ പോയി തട്ടിയാൽ അത് നിർബന്ധമായിട്ട് കരിക്കും, ആ തട്ടൽ കൊണ്ടാണ് ഇത് കരിയുന്നത്. അതിന്റെ ഇടയിലൊരു റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷനെ തന്നെ അവർ അംഗീകരിക്കണില്ല. കാരണം ഹ്യൂമിയൻ ഫിലോസഫിയുടെ മെയിൻ കാതൽ എന്ന് പറഞ്ഞ മാതിരി എംപിരിസിസ് ആണ്. ഒരു വസ്തുവിനെ തനിക്ക് അനുഭവിക്കണം. ഈ റിലേഷൻ ഒരിക്കലും മൂപ്പരുടെ അനുഭവം കൊണ്ട് മൂപ്പർക്ക് തെളിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോ അസോസിയേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് 3 തരാക്കി തിരിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ കുറെ സമയം പോകും. ഏതായാലും മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പോ റിസംബ്ലൻസ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതുപോലത്തെ ഒരു കുപ്പി അവിടെ കണ്ടാൽ എനിക്കറിയാം അതും കുപ്പിയാണ്, അല്ലെങ്കിൽ അത് ഇതുപോലത്തെ ഒരു വസ്തുവാണെന്ന് അറിയാം. കുപ്പി അല്ല എന്നുണ്ടെങ്കിലും അത് ഇതുപോലത്തെ ഒരു വസ്തുവാണെങ്കിലും അറിയാലോ. അങ്ങനെ കിട്ടുന്ന നോളജ് ഉണ്ട്. പിന്നെ സ്പേഷ്യോ ടെമ്പോറൽ അല്ലെങ്കിൽ കണ്ടിഗ്യൂറ്റി എന്നൊക്കെ പറയും. സ്പേസ് ടൈം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ സാധനങ്ങളെ മനസ്സിലാക്കാം. 3ാമത്തേതായിട്ടാണ് മൂപ്പര് കൊസാലിറ്റി അല്ലെങ്കിൽ ഈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ കൊണ്ടുവരിക. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇംപ്രഷൻ കിട്ടണില്ല. മൂപ്പര് സാധനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഇംപ്രസ് ചെയ്തിട്ട് പിന്നെ അത് ഐഡിയ ആയിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനം കിട്ടണില്ല. ഇപ്പൊ ഒസാലിമാമിന്റെ ഒക്കേഷണലിസ്റ്റ് ട്രഡീഷനിലൊക്കെ നമ്മൾ പറയലുണ്ട്, ഒസാലിമാമ ഇത്തരത്തിൽ ഈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനെ അല്ലെങ്കിൽ ഇല്ല അൽ മുഅല്ലല മസ്അലൊക്കെ ഉണ്ടല്ലോ, നമ്മള് സബബ് മുസബിബ് പിന്നെ അതുപോലെ അസർ മുഅസ്സിർ ഈ വിഷയങ്ങളൊക്കെ പറയലുണ്ടല്ലോ. അള്ളാഹു ആണ് ഇപ്പൊ മഴ പെയ്തത് കണ്ടാണ് വിത്ത് മുളച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അഖിൽ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒസാലിമാമ വന്നിട്ട് പറഞ്ഞു, അള്ളാഹ് ഈ മഴ പെയ്തുകൊണ്ടല്ല മുളപ്പിക്കണത്. എന്തുകൊണ്ടാണ്? അള്ളാഹ് ആണ് ഇതിനെ മുളപ്പിക്കുന്നത്, മഴയല്ല ഇതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കോസ് ആ എഫക്റ്റ് ഉണ്ടല്ലോ, ആ സാധനത്തെ മൂപ്പര് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മളെ ഹ്യൂമിയൻ ഒക്കെ പറഞ്ഞ പോലെ സ്കെപ്റ്റിസിസത്തിലേക്കല്ല അത് എത്തിക്കണത്. ഇപ്പോൾ ഹ്യൂമിയൻ ഫിലോസഫി സ്കെപ്റ്റിസിസത്തിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളത് വിശദീകരിക്കാൻ കുറച്ച് സമയം പോകും. അപ്പൊ ഞാൻ നിർത്തുകയാണ്. അത് സബ്സത്ത എന്ന് പറയുന്ന ടീമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വാദമാണ് ഹ്യൂമൻ സ്കെപ്റ്റിസിസം ഒക്കെ എത്തുന്നത്. പിന്നെ അപ്പോ ഈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ട് റൊസാലിമാമ മുന്നോട്ട് വെക്കണം. പിൽക്കാലത്ത് ഇബിൻ റാസി വന്നിട്ട് റാസിമാമക്ക് വന്നിട്ട് ഇബിൻ റുഷ്ദ് ആ കാലഘട്ടങ്ങളിൽ തന്നെ റൊസാലിമാമിനെ എതിർക്കുന്നുണ്ട്. ജഅല അള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എതിർക്കുന്നുണ്ട്. പിന്നെ ഇക്തിസാദ് അങ്ങനെ ഒരു റൊസാലിമാമിന്റെ കിതാബിൽ തന്നെ ഈ വിഷയങ്ങളെ കുറച്ചും കൂടി ലഘൂകരിക്കണൊക്കെ കാണാം. ഏതായാലും ശേഷം റാസിമാമ വന്നിട്ട് ഈ വിഷയങ്ങളെ കുറച്ചും കൂടി സിസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുള്ള വിഷയം എന്താ, മഴ പെയ്തിട്ടാണ് വിത്ത് മുളക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായിട്ട് തിയോളജിക്കൽ പ്രശ്നം എന്താണ്? അള്ളാഹ് ഫായിലും മുഖ്താർ അല്ല എന്ന് വരും അല്ലേ? അള്ളാഹ്ക്ക് ഒരു വിത്ത് മുളപ്പിക്കാൻ മഴ ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഡയറക്റ്റ് അള്ളാഹുവിന്റെ വില്ലിനെ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒരു ഇഖ്തിയാർ ഇല്ലാതെ വരും. ഇനി തിരിച്ചു പറഞ്ഞാലും പ്രശ്നമാണ്. അള്ളാഹ് മഴ പെയ്തിട്ട് അല്ലെങ്കിൽ മഴ സംവിധാനപ്പെട്ടിട്ടാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പൊ അള്ളാഹ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അപ്പൊ അള്ളാഹ് ആ സ്റ്റാൻഡേർഡിന്റെ താഴെ പോയില്ലേ? അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഇവര് പറയാ, ഏതായാലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം ഇവിടെ എങ്ങനെയാണ് നമുക്കൊരു ഇൽമു കിട്ടുന്നത്. ഇപ്പോ ഈ 2 മുഖദ്ദിമകൾ വെച്ചിട്ട് അങ്ങനെയുള്ള നമ്മളൊരു കഥ ഉണ്ടാക്കല്. 2 മുഖദ്ദിമ സൂറയും കുബ്രയും വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ നതീജ കിട്ടല്. അപ്പോ ഇവലൊക്കെ പറഞ്ഞു വെക്കുന്നത് ഈ സൂറ കുബ്ര നതീജ, ഇവലെ ഔസാലിമാമിന്റെ അഭിപ്രായം സൂറ കുബ്ര നതീജ ഇത് 3 ആരുണ്ടാക്കിയതാണ്? അള്ള ഉണ്ടാക്കിയതാണ്. അള്ളയാണ് അതുകൊണ്ടുള്ള ഇൽമു സൃഷ്ടിച്ചത്. ആ 3 വസ്തുക്കൾ ഉണ്ടാക്കിയതും അള്ളയാണ്. എന്നാൽ റാസിമാമ പറയുന്നുണ്ട് ഈ 3ാമത്തെ വസ്തു നതീജ ഉണ്ടല്ലോ, അത് ഓൾറെഡി 2 കുബ്രയിലും സൂറയിലായിട്ട് ഈ 2 മുഖദ്ദിമയിൽ ഓൾറെഡി ഇൻക്ലൂഡിങ് ആണല്ലോ. അതുകൊണ്ട് അള്ളാഹ്ക്ക് അത് ഉണ്ടാക്കണ്ട, അത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് ഈ കോസ് ആൻഡ് എഫക്ട് സബബുൽ മുസബിബ് അള്ളാണ് എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹ്
മഴയെ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്, ഇമ്പാത്ത് ഉണ്ടാക്കുന്നതും അള്ളയാണ്. പക്ഷെ മനുഷ്യന്റെ ഹാബിച്വലായിട്ട് നമുക്ക് എന്ത് തോന്നും, മഴ വന്നിട്ടാണ് വിത്ത് മുളക്കണതെന്ന് തോന്നിപ്പോവും. പക്ഷെ അള്ളാഹിന്റെ ഫാഹിലും മുഖ്താറായ അള്ളാഹുവിന്റെ ആ സംഭവം അവിടെ നടക്കുന്ന സമയത്ത് മാത്രമേ ഇത് വരുള്ളൂ. എന്നല്ലെങ്കിൽ അല്ലാതെ മുഅ്തസിലി ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കണ പോലെ അള്ളാഹ് ഫായിലും മൂജബാണെന്ന് പറയുന്നത്. നമ്മൾ ഈ ഡിബേറ്റ് കുറച്ച് മുമ്പൊക്കെ തുടങ്ങുന്നുണ്ട്. നമ്മളെ യൂത്തിഫ്രോ ഡിലമോയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്, മോറൽ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്ന വിഷയമാണ്. അപ്പോൾ അവിടെ പറയേണ്ട ആവശ്യം. പിന്നെ പറയാനുള്ള വിഷയം അതുപോലെ ഈ ഇപ്പൊ നമ്മളെ ഈ സ്കെപ്റ്റിസിസം ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ വെസ്റ്റേൺ ഡിസ്കോഴ്സിലേക്ക് എത്തുന്ന സമയം തന്നെ എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ് ഫിലോസഫിയുടെ ശേഷം അല്ലെങ്കിൽ ഈ റെനൈസൻസിന്റെ കാലഘട്ടങ്ങൾക്ക് ശേഷമൊക്കെയാണ് അവരുടെ ഇതിലെത്തുന്നത്. പക്ഷെ നമ്മുടെ പണ്ഡിതന്മാർ അത്രയും സമയത്ത് തന്നെ ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഉമർ നസഫി ആയാലും അവരൊക്കെ ഗ്രീക്ക് ഫിലോസഫിയെ നേരിട്ട് ബെസ്റ്റ് പഠിക്കുന്നതിന്റെ എത്രയോ മുമ്പ് പഠിച്ചു എന്ന് പറയാം. കാരണം പ്രോട്ടഗോറസിനെയും ജോർജിയാസിനെയൊക്കെയാണ് അവർ ഉദ്ദേശിക്കണമെന്ന് ഷുഹൈബ് അഹമ്മദ് മാലിക്കിന് അറിയാം. ഒരു ഫിലോസഫറാണ്, എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറാണ്. മൂപ്പര് പറയുന്നുണ്ട് ജോർജിയാസിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മൂപ്പര് സഫ്സത്ത, അതുപോലെ പ്രോട്ടഗോറസിനെ ഉദ്ദേശിച്ചിട്ടാണ് റിലേറ്റീവ്സ് ഒക്കെ മൂപ്പര് ഇന്ത്യ വാദങ്ങളൊക്കെ മൂപ്പര് പറയുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് നമ്മളെ പണ്ഡിതന്മാര്, നമ്മളെ ക്ലാസിക്കൽ സ്കോളേഴ്സ് അവരിലുണ്ടായിരുന്ന എപ്പിസ്റ്റമോളജിക്കൽ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ള സാധനം ബെസ്റ്റ് പഠിക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സാർ. പിന്നെ പ്രോട്ടഗോറസിന്റെ തിയറി അനുസരിച്ചിട്ട് റിലേറ്റീവ്സ് മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ് എന്ന് പറയാം. മനുഷ്യനാണ് ഓരോ വസ്തുവിനെയും അളവ് കോലായി തീരുന്നത് മനുഷ്യനാണ് എന്ന് പറഞ്ഞാല് നമ്മളെ ഹൈഡഗേറിയൻ ഫിലോസഫിയിലൊക്കെ വരുന്ന സമയത്ത് ഒരു ഉന്മീലീകൃതമാകുന്നത് തന്നെ മനുഷ്യന്റെ അടുത്താണ്. എന്ന് പറഞ്ഞാല് ഓരോ മനുഷ്യനനുസരിച്ചിട്ടാണ്. ഇപ്പൊ മൂപ്പരുടെ ദാസേന എന്നൊരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പോകുന്നത്. ഇങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മരമായിട്ട് തോന്നുന്നത് ആർക്കാ? മരത്തിന് സ്വമേധയെ തോന്നുന്നില്ലല്ലോ ഞാനൊരു മരമാണ്. അങ്ങനെ തോന്നുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് മാത്രമാണ് അത് മരമായിട്ട് തോന്നുന്നതും. എന്തിലേറെ പറയുന്നത് നമ്മൾ മനുഷ്യനാന്നുള്ള തോന്നൽ കൂടി മനുഷ്യന്മാർക്കേ ഉള്ളൂ. മരത്തിന് ഏതായാലും നമ്മൾ മനുഷ്യനാന്നുള്ള തോന്നലും ഇല്ല, മരത്തിന് മരാന്നുള്ള തോന്നലും ഇല്ല. ഇങ്ങനെ ഒരു ഹ്യൂമൻ സെൻട്രിക് ഈ എക്സിസ്റ്റൻഷ്യലിസം ഫെനമിനോളജി ട്രെൻഡ് ഇപ്പോൾ നമ്മൾ ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫി എടുത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ കോണ്ടിനെന്റൽ അനലിറ്റിക്കൽ ഫിലോസഫി ഇങ്ങനെ രണ്ട് ഡ്രിഫ്റ്റ് കാണാം. ഒരു പാരഡൈം ഷിഫ്റ്റ് കടന്നു തന്നെ സോഹൻ കീർക്കെഗാർഡ് എന്നൊരു ഫിലോസഫറിനെ കിട്ടുന്നു നമ്മൾ, എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ പിതാവൊക്കെ ആയിട്ട് പറഞ്ഞ ആളാണ്. അപ്പൊ അവരുടെ കാലഘട്ടം മുതൽക്കാണ് ഇത്തരം ചിന്തകളിലൊക്കെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് റാഷണാലിറ്റിക്കും അത്തരം സാധനങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതെ വളരെ കൺസ്ട്രക്റ്റീവ് വേല് നോളജ് എന്ന് പറഞ്ഞാൽ തന്നെ നോളജ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല, ഒക്കെ പവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ ഫൂക്കൊക്കെ പറയുന്നുണ്ട് നോളജ് ആൻഡ് പവർ ഇൻസെപ്പറബിൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പണ്ട് കാലത്തേക്ക് നമ്മൾ ഭ്രാന്തിനെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, മാഡ്നെസ്സിനെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 10-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ ഭ്രാന്തുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഇസ്ലാം ട്രഡീഷനിലൊക്കെ അവർക്കൊരു ഡിവൈൻ റെപ്രസെന്റേഷൻ കൊടുക്കുമായിരുന്നു. നമ്മൾ ജെറുബിന്റെ ആയാലും എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് അവരതിനെ ഓൾക്ക് ദൈവത്തിന്റെ ഒരു സഹായം കൊണ്ട് പോലെ അങ്ങനെ ആയതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടുതൽ പ്രീതിയുള്ള ആൾക്കാരാണ് അവരെന്നുള്ള രീതിയിൽ കണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ മാഡ്നസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ മാഡ്നസിന് എങ്ങനെ വ്യാഖ്യാനം വരാൻ തുടങ്ങി? ലാക്ക് ഓഫ് റാഷണാലിറ്റി, ബുദ്ധി ഇല്ലായ്മയാണ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റിലേറ്റീവ്മെന്റ് ഫിലോസഫിക്കേഷൻ വന്നു. പക്ഷെ പോസ്റ്റ് മോഡേൺ ഉത്തരാധുനിക കാലഘട്ടങ്ങളിൽ ഈ സാധനം വന്നിട്ട് എന്ത് പറയാൻ തുടങ്ങി? ഈ സാധനം മാഡ്നസ് എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ ഇൽനെസ് ആണ്, ഇതിന് ട്രീറ്റ്മെന്റ് വേണം, ഇതൊരു മെഡിക്കൽ അപ്പോൾ ഓരോ സമയത്ത് എടുത്തു നോക്കാം. അപ്പൊ അവിടെ റിലീജിയസ് അതോറിറ്റിയാണ് മാഡ്നസിനെ ഡിവൈൻ സാധനമായിട്ട് കൊടുക്കുന്നത്. മറ്റേ ഇവിടെ വരുന്ന സമയത്ത് എംപിരിസിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് ആണ് എന്ത് പറയുന്നത്, ഇതിനെ ബുദ്ധി ഇല്ലായ്മ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന് അവർ ഉണ്ടാക്കിയെടുക്കുകയും മറ്റുള്ളതൊക്കെ ബുദ്ധി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുക്കുകയും ഇപ്പൊ സ്വാഭാവികമായിട്ട് ബുദ്ധി ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടാക്കുന്നത് ആ ഒരു വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ പോസ്റ്റ് മോഡേൺ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലാണ് മനുഷ്യനെ ഇതൊരു അസുഖമായിട്ട് കാണുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു വസ്തുവിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തു എന്താണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ഒരു വസ്തുവിന് ശരിയായ റിയാലിറ്റി ഇല്ല എന്നുള്ളതൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ഏതായാലും ആ വിഷയങ്ങൾ മനസ്സിലാവണമെന്ന് വിചാരിക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു എങ്ങനെ കിട്ടില്ല, ആക്കിലാണ്, പിന്നെ എന്താണ് ഖബറു സ്വാദിഖ് ഉണ്ട്, പിന്നെ ഹവാസ് ഉണ്ട്, ഇങ്ങനെ വിഷയങ്ങളിലൂടെയൊക്കെയാണ് കിട്ടുക. ഇപ്പോൾ ഒരു വസ്തു ഇവിടെ ഉള്ളത് ഇപ്പൊ ഓല് പറഞ്ഞതിന്റെ ഒരു സാങ്കത്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ, അതായത് പ്രത്യേകിച്ച് ഹ്യൂമിയൻ ഫിലോസഫി മുതൽക്ക് ഇങ്ങോട്ടുള്ള ആളുകൾ പറയുന്ന വിഷയങ്ങൾ എന്താണ്? ദറൂറ മുത്തലക്കാന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി വരണം എന്ന് പറയല്ലോ നമ്മൾ. ആ സാധനം ഈ ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുത്തലക്ക ആമ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മളെടുത്ത്, അതായത് ആദിയാണ് അല്ലെങ്കിൽ
വാക്കിയാണ്. ഓരോ സാധനങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോ തീ കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീ ബേസിക്കലി അതിന്റെ നേച്ചർ കരിക്കുക എന്നല്ല. ഇതുവരെ തീ എപ്പോഴൊക്കെ ഒരു സാധനത്തുമ്പോൾ തൊട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കത്തിയിട്ടുണ്ട് എന്ന് കരുതി തീ കത്തിക്കുന്നതാണെന്ന കൺക്ലൂഷൻക്ക് നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ ഫിലോസഫേഴ്സിന്റെ ഒരാശയമായിട്ട് വരിക. നമ്മള് ചില വിഷയങ്ങൾ നമ്മൾ വെസ്റ്റേൺ ഫിലോസഫറിനോട് യോജിക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ സമയം വേണ്ടി വരും ഒക്കെ ഓരോന്ന് വിശദീകരിക്കാൻ. പിന്നെ നമ്മൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ വേറൊരു വിഷയം മൂപ്പര് വന്നു, മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഇൽമ്. അത് നമുക്ക് ആക്കിലോണ്ട് കിട്ടുമോ? ഇപ്പോൾ റാഷണലിസ്റ്റ് ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മെറ്റാഫിസിക്കൽ ലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സ്പിനോസ മുതൽക്കുള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾ രണ്ട് ഡുവൽ ഫോം തിയറി കേട്ടിട്ടുണ്ടാവും. പ്ലാറ്റോയുടെ 2 ലോകമായിട്ട് തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയകളുടെ ഒരു ലോകമൊക്കെ ആക്കി തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കാനെന്ന് നേടിയാലും എൻലൈറ്റ്മെന്റ് ഫിലോസഫേഴ്സിന് സാധിക്കില്ല. ഓലൊരു പരിമിതി എന്ന് പറഞ്ഞാൽ ഓല് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആളുകളായിരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സാധനങ്ങളെ ഓല് ചിന്തിക്കുള്ളൂ. ഏതായാലും ഓൽക്ക് മെറ്റാഫിസിക്കലായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓല് മനസ്സിലാക്കി വെച്ചിടത്തോളം സ്നേഹം ഒരു ഉദാഹരണം, ലവ് അല്ലെങ്കിൽ ദേഷ്യം, ഈ സാധനങ്ങളൊക്കെ മെറ്റാഫിസിക്കലാണ്. കാരണം അതിനെ നമുക്ക് കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ കഴിയുന്നില്ല. അത് നമ്മളെ ഫിസിക്സിന്റെ പുറത്താണ്. ബിയോണ്ട് ദിസ് യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ വരിക. പക്ഷെ നമ്മൾ മെറ്റാഫിസിക്സ് കൊണ്ട് നിങ്ങൾ ഷെർലോക്ക് ഹോംസിനെ വായിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വന്നിട്ട് എന്താണ് ഇൽമ് എന്ന് പറയുന്നുണ്ടല്ലോ, സിഫത്തു യതജല്ല ബിഹൽ മദ്കൂർ ലിമൻ ഖാമത്ത് ഹിയ ബിഹി. എന്നിട്ട് ഇങ്ങനെ യക്കീനുണ്ടോ യക്കീനൊക്കെ അതിൽ പെടും, വഹ്മ എന്താണ്, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് മൗജൂദൻ ഔ മഅദൂമൻ. ഇവിടെ മൗജൂദായതും അത് പറഞ്ഞാൽ മെറ്റീരിയൽ ആയതും ആൻഡ് ഔ മഅദൂമൻ ഇവിടെ ഇല്ലാത്തതും എന്ന് പറഞ്ഞാൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ സാധനങ്ങളും നമുക്ക് ആക്കിലോണ്ട് ഇൽമ് കിട്ടും. അതുകൊണ്ടുള്ള ഇൽമ് കിട്ടും. ആ ഇൽമ് കിട്ടാനുള്ള സബബാണ് ഈ പറഞ്ഞ 3 അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ മോഡേൺ ഫിലോസഫിയിലുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തരെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇൽഹാമിനനുസരിച്ചിട്ട് ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കള ചെയ്യുക, അങ്ങനെ വിഷയങ്ങൾ. അതിനും നിങ്ങൾ ഇതിൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി. നമ്മളെ ഷെർലോക്ക് ഹോംസിൽ തന്നെ അതിനും പറയുന്നുണ്ട്, വലിയ ഇൽഹാമു ലൈസ മിൻ അസ്ബാബിൽ മാരിഫത്തി ബിസിഫത്തി അഹ്ലുൽ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം ഇൽഹാം എന്തല്ല, ഇത്തരം ഇൽമിനെ സബബല്ല അത് എന്ന് പറഞ്ഞിട്ട് അവിടെ തള്ളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ആരുടെ വെസ്റ്റേൺ ഫിലോസഫിയുടെ ഈ ഒരു വാദത്തെ പൂർണ്ണാർത്ഥത്തിൽ തള്ളുണ്ട് സാരം. അപ്പൊ ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഓരോ കോൺസെപ്റ്റുകൾ വെച്ച് സംസാരിക്കണം. അപ്പൊ സമയം ഉണ്ടാവില്ല. ഇപ്പൊ നിർത്തുകയാണ്. ബാക്കി അസ്സലാമു അലൈക്കും.